അപ്പോൾ നോക്കിയാറല്ലേ ഇന്നത്തെ റെസിപ്പി ആയിത്തിക്കറ് ഫിഷ് തവ ഫ്രൈ. നിങ്ങൾക്ക് മാംഗ്ലൂരു ರೆಸ್ಟೋರೆಂಟ್ಲೆಲ್ಲ കിട്ടോ അതേ ടേസ്റ്റിൽ ഫിഷ് തവ ഫ്രൈ എങ്ങനെ ആക്കറേಂತ ನಾನು ನಿಂಕಿಂದ ಕಾಟಿರ್ತಂಡೆ. അപ്പോൾ ഇത് ಡ್ರೈ ಫಿಶ್ ಫ್ರೈ ಅಲ್ಲ, ಒರ್ತಲ್ಲಿ ಗಸಿ ಗಸಿ ಪೋಲೆ ಐತಿಕ್ಕರು ತವಾ ಫ್ರೈ ಐತಿಕ್ಕರು ಭಾರಿ ನಲ್ಲೋ ಟೇಸ್ಟ್ ಅವರು. അപ്പോൾ ಈ ರೆಸಿಪಿ എങ്ങനെ ആക്കറേಂತ നോക്കಬರು. അപ്പോൾ ಇದಕ್ಕೆ ಬೇನಾಯ್ತು ನಾನೂಡೋರು 7-8 ಮೊಲವೆಡ್ತಾರೆ. ನಾನೂಡ ஒரு ಫಿಶ್ ಆಯ್ದುಕೊಂಡು ತೆಲ್ಲು ಮೊಲವೆಡ್ತಾರೆ. അപ്പോൾ നിങ്ങൾ ചൊമ്മೆ ಫಿಶ್ ಫ್ರೈ ಆಕ್ರಂಗೆ ಒರ್ತಲ್ಲಿ ಜಾಸ್ತಿ ಮೊಲವೆಡ್ತೋಲೋರು. ಮೊಲವ್ರೆ ನಾನು ಫಸ್ಟಿಗೆ ಒರ್ತಲ್ಲಿ ತಣ್ಣಿಲ್ಲ ನೆಂಚಿಟ್ಟಿತ್ತು ಬೆಚ್ಚುಂತುಲ್ಲ. അപ്പോൾ ಒರ್ತಲ್ಲಿ നല്ല ಕಲರ್ ಬಂಡು. പിന്നെ ನಾನೂಡೋರು ಮಿಕ್ಸಿ ಜಾರಿಗೆ ಒರ್ತಲ್ಲಿ ಪುಲಿ പിന്നെ ನೆಂಚಿಟ್ಟೆ ಮೊಲವು പിന്നെ ಇಂಜಿಂ ಬೆಳ್ಳುಳ್ಳಿ ಎಡ್ತೊಂತುಲ್ಲ. അതിൽ പിന്നെ ഇതൊരു ചന്ത പേസ്റ്റ് ആക്കി തെടുക്കൊന്നു. അപ്പോൾ നോക്കോರು ഞങ്ങൾ പേസ്റ്റ് ഇവിടെ ರೆಡಿ ಆಯ್ರು. ഇനിയിപ്പോൾ ನಾನೂಡೋರು ಬೆಳ್ಳಿ ಫಿಶ್ ಎಡ್ತಾರೆ. അപ്പോൾ ഈ ഫിഷ് ನಾನು ನಡುಲು ಕಟ್ಟಾಕಿತ್ತು ಕೊಡ್ತೊಂತುಲ್ಲ ಮಸಾಲೆಲ್ಲ ಉಲ್ಗತ್ತಿಗೆ ನಲ್ಲೋ ಬಲಿಕ್ಕಿರ പോലെ. അപ്പോൾ ചെറിയ ചെറിയ ഫിഷ് ആയെങ്കിൽ ചമ്മ ഇങ്ങനെ കട്ടാക്കൊന്നുമില്ല. ഇത്തെല്ലാം വലിയ ഫിഷ് ആയ സബല് ഞാനിങ്ങനെ കട്ടാക്കിത്ത് കൊടുത്തൊന്നുമില്ല. അപ്പോൾ നോക്കോರು ನಾನು ಕೂಡ ഒരു സൈഡ് കട്ടാക്കിയിട്ട് എടുത്തിട്ടാಯ್ತು. അപ്പോൾ ನಾನು ಇನ್ನೊಂದು ಸೈಡುം അതേപോലെ കട്ടാക്കിത്ത് കൊടുത്തൊന്നുമില്ല. അപ്പോൾ ഫിഷ് കട്ടാക്കിയ പിന്നെ ನಾನೂಡ ನಂಗೆ ಅರ್ಚಿಟ್ಟೆಡ್ತೋ ಮೊಲವರು ಒರಿಗನ ಬೌಲಿಗೆ ಇಟ್ಟಿತ್ತು ಕೊಡ್ತೊಂತುಲ್ಲ. പിന്നെ ಇದಕ್ಕೆ ನಾನೂಡೋರು 1/4 ಟೀ ಸ್ಪೂನ್ ಎತ್ತರ ಮಂಗಲ್ಡ ಪೊಡಿ, ಟೇಸ್ಟ್ಗೆ ಬೇನಾಯ್ತರ ಉಪ್ಪು, 1/2 ಟೇಬಲ್ ಸ್ಪೂನ್ ಎತ್ತರ ಕೊತ್ತಂಬರಿ ಪೊಡಿ ಆ್ಯಡ್ ಹಾಕಿಯಂತುಲ್ಲ. അപ്പോൾ നിങ്ങളായിട്ട് ഇടി കൊത്തമ്പരി ഇന്നെങ്കിൽ ഞങ്ങൾ ഇത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കറല്ല. അപ്പമേ 1 ടേബിൾ സ്പൂൺ എത്ര കൊത്തമ്പരി ആഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് മിക്സർ ആക്കിയിട്ട് എടുക്കാം. പിന്നെ അവിടുത്തെ ಬೇವು ಚೊಪ್ಪು ಆ್ಯಡ್ ಹಾಕಿತ್ತು ಚಂದಗನೆ ಮಿಕ್ಸ್ ಹಾಕಿತ್ತು ಕೊಡ್ತೊಂತುಲ್ಲ. അപ്പോൾ ಈ ಸ್ಟೇಜಲ್ಲಿ ಅವಿടുത്തെ ಮೊಲವು എടുത്തിട്ട് നക്കിയിട്ട് നോക്കോರು എങ്ങനെ ഉണ്ടോ ടേസ്റ്റ് ಅಂತ. ಮಸಾಲ ನಲ್ಲೋ ಕಡಕ್ಕಾയിട്ട് ಬೇನು, പുളിയും കാരം ഉപ്പും എല്ലാം കറക്റ്റായിട്ട് ಬೇನು. അപ്പോൾ പുളി മൈ ആയിട്ടില്ലെങ്കിൽ കൊടുത്തല്ല സിർക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് ബീത്തിയിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ലിംബമ അങ്ങനെ എന്തെങ്കിലും ബീത്തിയിട്ട് കൊടുക്കോರು. പിന്നെ ഈ മസാലರು ഞങ്ങൾ ഫിഷിಗೆ ഇങ്ങനെ ചന്ത ഇങ്ങനെ തേച്ചിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഫിഷിൽ ഞങ്ങൾ ഒരുത്തല്ല മസാല ഒരു 1/2 hour വെച്ചെങ്കിൽ നല്ല ബലിക്കറ്. ഇനി വെച്ചില്ലെങ്കിലും പ്രോബ്ലം ഇല്ല, അപ്പത്തേക്കപ്പം ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നോക്കോರು ഞങ്ങൾ ഫിഷ് മസാല ഇട്ടിട്ട് റെഡി ആയിರು. ഇനിയിപ്പോൾ ಇದರ ನೆಕ್ಸ್ಟ್ ഫ്രൈ ആക്കാം. ಅದಕ್ಕೆ ಬೇನಾಯ್ತು ನಾನೂಡೋರು ತವ ಇಡ್ತಾರೆ. അതിൽ പിന്നെ ಅದಕ್ಕೆ തേങ്ങ ബീത്തിയിട്ട് കൊടുത്തൊന്നുമില്ല. അപ്പോൾ ഫിഷ് ഫ്രൈ ആക്കുമ്പോൾ തേങ്ങ ആഡ് ആക്കുന്നു, ಭಾರಿ നല്ല ടേസ്റ്റ് ಅವರು. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഏത് ഫിഷ് ഫ്രൈ ആക്കിടെങ്കും ഏത് ഫിഷ് കറി ആക്കിടെങ്കും തേങ്ങ ആഡ് ആക്കി താക്കോರು. ಕರಿಗೆ ಭಾರಿ ನಲ್ಲೋ ಟೇಸ್ಟ್ ಬಂಡು. അപ്പോൾ ನಾನೂಡ ഒരു 3 ಟೇಬಲ್ ಸ್ಪೂನ್ ಎತ್ತಾರೆ 3 to 4 ಟೇಬಲ್ ಸ್ಪೂನ್ ಎತ್ತಾರೆ തേങ്ങ ಆ್ಯಡ್ ಹಾಕಿ ಕೊಡ್ತೊಂತುಲ್ಲ. അപ്പോൾ തേങ്ങ ഉടത്തെല്ലാം ಗಟ್ಟಿ ആയിರು ಚಳಿ ಆಯ ಸಬಲು. അപ്പോൾ ഞങ്ങൾ ഓയിൽ ഹീറ്റായോ പിന്നെ ഞങ്ങൾ ഫിഷ് തവರ ಮೇಲೆ വെക്കുന്നു. ಲೋ ಫ್ಲೇಮಲ್ಲಿ ಫಸ್ಟಿಗೆ ನಂಗೆ ಫ್ರೈ ಹಾಕಿಟ್ಟು ಇಟ್ಕೊಂಡು. അപ്പോൾ ನಾನು ನೋಡುತ್ತೆಲ್ಲ ಮಸಾಲ ಮಿಂಗನೆ ಮೇಲೆ ಕೊಡ್ತೆಲ್ಲ ಪೇಸ್ಟ್ ಇಟ್ಟು ಕೊಡ್ತೊಂತುಲ್ಲ. അപ്പോൾ ಎಲ್ಲ ಮಸಾಲಕ್ಕೆ ഞങ്ങളുടെ ഫിഷിಗೆ ಫಸ್ಟಿಗೆ ಇಟ್ಟು കൊടുക്കില്ല, ಕೊರಿಯ ಮಸಾಲ എടുത്തിട്ട് വെക്കുന്നു. ನೆಕ್ಸ್ಟ್ ഞങ്ങൾ ಬೇರೆ ಮಸಾಲ ಹಾಕಿಟ್ಟು ಈ ಫಿಶ್ರ ಮೇಲ್ಗೆ ಇಡಗೊಂಡು. അപ്പോൾ ഫിഷിൻ്റെ ഒരു സൈഡ് ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ട് അപ്പോൾ ഞാൻ ಇನ್ನೊಂದು സൈഡ് ഫ്രൈ ആക്കിയിട്ട് എടുത്തൊന്നുമില്ല. അപ്പോൾ ഫിഷ് ഫ്രൈ ആയ സൈഡിലും ഞാൻ ഒരുത്തെല്ല് മസാല ആഡ് ആക്കി കൊടുത്തൊന്നുമില്ല. അപ്പോൾ ഊടകും ഒരുത്തെല്ല് മസാല ആഡ് ആക്കിയിട്ട് ഇതിരെ പിന്നെ ഫ്ലിപ്പ് ആക്കിയിട്ട് കൊടുക്കുന്നു. പിന്നെ ನಾನು ഒരുത്തെല്ല് ಬೇವು ಚೊಪ್ಪು ಆ್ಯಡ್ ಹಾಕಿ ಒಂತಿಲ್ಲ. അപ്പോൾ ಫಿಶ್ ಫ್ರೈಗೆ ಬೇವು ಚೊಪ್ಪು ಮೇಯ್ನ್ ಆಯ್ತಿಕ್ಕರು. ಬೇವು ಚೊಪ್ಪು ಇಟ್ಟತ್ತರ ಫಿಶ್ ಫ್ರೈಗೆ ಟೇಸ್ಟ್ ಬಂಡು. തേങ്ങ ಬೇವು ಚೊಪ್ಪು ಮರ್ಕಾಂಟ್ നിങ്ങൾ യൂസ് ആക്കുന്നു ഫിഷ് ഫ്രൈ ആക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഫിഷ് ഫ്രൈ ആക്കിയോ ഇന്നെങ്കിൽ തവത്തിലത് ഓയിൽ ತೆಲ್ಲು ನಿಮಗೆ ತೆಲ್ಲಾಯೋ ಬಲ್ಲ ಕಣ್ಣು ತಿಂದಂಗೆ ಮೇಲ್ಗೆ ಇങ്ങനെ ಅವ್ರ ತೆಲ್ಲು ಆಯಿಲ್ ಬೀತಿಯೊಂತು ಬೇನು. അപ്പോൾ ഫിഷ് ഫ്രൈಗೆ ನೀವು നല്ല ടേസ്റ്റ് ಬಂಡು. ഫ്രൈ ആക്കിയോ ഇന്നെങ്കിൽ ಮೇಲ್ಗೆ ഒരു 1/2 ടേബിൾ സ്പൂൺ എತ್ತರ ಆಯಿಲ್ ഇങ്ങനെ ಬೀತಿಯೊಂತು ಬೇನು. അപ്പോൾ ഈ ഫിഷ് എന്നൊരു സൈഡ് മസാല ഇട്ടിട്ട് എന്നോർക്ക് ഞാൻ ഇങ്ങനെ ഫ്ലിപ്പ് ആക്കിയിട്ട് കൊടുത്തൊന്നുമില്ല. അപ്പോൾ ഈ സൈഡ് ഫ്രൈ ആയിട്ട് കിട്ടിയെങ്കിൽ ഞങ്ങൾ ഫിഷ് ഫ്രൈ ಆಲ್ಮೋಸ್ಟ್ ರೆಡಿ ಆಯ್ತು.
ಅಪ್ಪ ನಾವು ಕೊರು ನಂಗಲು ಫಿಶ್ ತವಾ ಫ್ರೈ ರೆಡಿ ಆಯ್ತು. ಏನಿದಕ್ಕೆ ಬೇರೆಯವರು ಎಕ್ಸ್ಟ್ರಾ ಗ್ರೇವಿ ಹಾಕಿ ತೆಡ್ಕೊಂಡು ಅಪ್ಪ ಅದು ಹೆಂಗನೆ ಹಾಕ್ರೆಂಟಂತ ನೋಕೋಬಾರು. ಅದಕ್ಕೆ ಬೇನಾಯ್ತು ನಾನು ಅದೇ ಪ್ಯಾನಲ್ಲಿ ஒரு 2 to 3 ടേബിൾ സ്പൂൺ എത്തറ തേങ്ങ ആഡ് ആക്കി കൊടുത്തൊന്നുമില്ല. ഓയിൽ ഹീറ്റായ പിന്നെ ಇದಕ್ಕೆ ಬೇಚೊಪ್ಪು ಆ್ಯಡ್ ಹಾಕಿ ಕೊಡ್ಕೋರು. പിന്നെ ഞങ്ങൾ നുപ്പാട്ട മിക്സിയിൽ അരച്ച് വെച്ചോ മസാല പേസ്റ്റ് ഉണ്ടല്ലേ ಆದರೆ ഒരു 2 to 3 ടേബിൾ സ്പൂൺ എത്ര ഇങ്ങനെ ആഡ് ആക്കിയിട്ട് ചന്ത ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി എത്ര ಬೇನು അത്ര മസാല ആഡ് ആക്കി കൊടുത്തിട്ട് ചന്ത ഇങ്ങനെ ഫ്രೈ ആക്കിയിട്ട് എടുക്കുന്നു. അപ്പോൾ ನಾನಿവിടെ ഒരേ ಫಿಶ್ ಆಯ್ದುಕೊಂಡು ഒരു 3 ಟೇಬಲ್ ಸ್ಪೂನ್ ಎತ್ತರ ಗ್ರೇವಿ ಆ್ಯಡ್ ಹಾಕಿರ ಅತ್ರಮೇ. അപ്പോൾ ഇത് ഞങ്ങളോ ഓയിലും ಈ ಮಸಾಲ ಚಂದ ಮಿಕ್ಸ್ ಆಯ್ತು. ಅದು ನಂಗೆ ಬೇರೆ ಬೇರೆ ಆಯ್ತು ಕಿಟ್ರೆ ಹೊಡ್ತೋಲ ನಂಗೆ ಫ್ರೈ ಹಾಕಿ ತೆಡ್ಕೊನು. അപ്പോൾ നോക്കൂ ഞങ്ങളോ മസാല ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിരു. അപ്പോൾ ഞാനിവിടെ ഇനിയും ഒരു 2 മിനിറ്റ്സ് എത്ര ജസ്റ്റ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുത്തൊന്നുമില്ല. ನೆಕ್ಸ್ಟ್ ഞങ്ങൾ ಈ ಮಸಾಲರು ഞങ്ങൾ ಫ್ರೈ ಹಾಕಿ ತೆಡ್ತೋ ಫಿಶ್ರ ಮೇಲ್ಗೆ ಚಂದ ಇങ്ങനെ ಸ್ಪ್ರೆಡ್ ಹಾಕಿತ್ತು ಕೊಡ್ಕೊನು. ಈ ಮಸಾಲ ತಿನ್ನೋಗು ಅತ್ರ ನಲ್ಲೋ ಟೇಸ್ಟ್ ನಿಂಗೆಲ್ಲರ ಮುರುಕ ಟ್ರೈ ಹಾಕಿತ್ತು ನೋಕೋನು. ಈ ಮಸಾಲ ಫಿಶ್ರ ಮೇಲ್ಗೆ ಸ್ಪ್ರೆಡ್ ಹಾಕಿತ್ತು ತಿನ್ನೋಗು ಫಿಶ್ರು ಆ ಟೇಸ್ಟೇ ಬೇರೆ. ಅಪ್ಪ ನಲ್ಲೇ ನೀರು ದೋಸೆಮ್ಮ ಇങ്ങനെ ಹೆಂಗೆ ಭಾರಿ ನಲ್ಲೋ ಟೇಸ್ಟ್ ಅವರು. ಮ್ಯಾಂಗ್ಳೂರ್ ಸ್ಟೈಲ್ ಫಿಶ್ ತವಾ ಫ್ರೈ ಆ ಕಡೆ ಹೆಂಗೆ ಅಂತ ನೋಕ್ಯಾರಲ್ಲೇ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ്ക്ക് എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. അതേപോലെ ഞങ്ങളുടെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആക്കാൻ ഈ വീഡിയോ നോക്കിയെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക മറക്കണ്ട. താങ്ക് യു. സബ്സ്ക്രൈബ്.